കൺചിമ്മിയോ നിഞ്ചാലകം ഏതോ നിഴൽ തുമ്പികൾ തുള്ളിയോ കാതോർക്കയായി രാവുകൾ കാറ്റായി വരും നിന്റെ കാൽ താളവും തങ്കത്തിങ്കൾ തേരേറി വർണ്ണപ്പൂവിൻ തേൻ തേടി പേലിത്തുമ്പിൽ കൈമാറും മോഹങ്ങളെ എന്നും നിന്നെ കൺകോണിൽ നിന്നും പൊന്നായി കാത്തോളം ഒന്നും മിണ്ടാരെന്തേ നീ നിൽപ്പൂവിൽ മിഴിയറിയാതെ വന്നു നീ മിഴിയൂഞ്ഞാലിൽ കനവറിയാതേതോ കിനാവു പോലെ മനമറിയാതെ പാറിയ മനസരസോരം പ്രണയനിലാക്കിളി നീ ശഹാന പാടി. വെൽക്കം ബാക്ക് മൈ ചാനൽ. എൻ്റെ പേര് അൽഫോൺസ ഷാജി. ഞാൻ പഠിക്കുന്നത് പന്നങ്ങാട് സെന്റ് ആന്റണീസ് UP സ്കൂളിൽ 6th സ്റ്റാൻഡേർഡിലാണ്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ നേരത്തെ ഇട്ട വീഡിയോ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് പാർട്ട് 4 ആയിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ ഡ്രീം ക്യാച്ചർ മേക്ക് ചെയ്യുന്നുള്ള സാധനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഡ്രീം ക്യാച്ചർ എങ്ങനെയാണ് സിമ്പിളായിട്ട് മേക്ക് ചെയ്യുന്നുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ 2-3 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഡ്രീം ക്യാച്ചർ വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ അതാണ്, ഡ്രീം ക്യാച്ചർ എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനാണ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോയാലോ. വീഡിയോയിലോട്ട് പറയുന്നുണ്ട് 2-3 പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഹായ് പറയാം. അപ്പോൾ ഫസ്റ്റ് തന്നെ മെഹദിയ സിദ്ദീഖ് 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ മെഹദിയക്ക് ഒരു ബിഗ് ഹായ്. നെക്സ്റ്റ് റിദ അന്നനാണ്. അപ്പോൾ റിദ അന്നന ഒരു ബിഗ് ഹായ്. എന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു ബിഗ് ഹായ്. ഇനി കുറച്ച് ചാനൽസ് പരിചയപ്പെടുത്താനുണ്ട്. ഫസ്റ്റ് തന്നെ A&A ക്രിയേഷൻ ചാനലാണ്. ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്തത് മൈ ഹണി പോട്ട് മലയാളം എന്നുള്ള ചാനലാണ്. ആ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളെല്ലാം ഞങ്ങൾക്ക് നല്ലൊരു മോട്ടിവേഷൻ ആണ്. ഞങ്ങളുടെ ഇനിയുള്ള യാത്രയിൽ നിങ്ങളും കൂടെ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞങ്ങൾക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ആൻസ് മീഡിയ എന്നാണ് പേര്. അതിനകത്ത് ഞാൻ ചെയ്തേക്കുന്ന എല്ലാ ബോട്ടിൽ ആർട്ടിൻ്റെ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. ഞാൻ ആകെ ചാനലിൽ 2-3 ബോട്ടിൽ ആർട്ട് വീഡിയോയാ ചെയ്തിട്ടുള്ളൂ. അതല്ലാതെ ഞാൻ കുറേ ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫോട്ടോസ് ആ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇല്ലെന്ന് ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ഫേസ്ബുക്കിൽ ഞങ്ങൾക്കൊരു പേജ് ഉണ്ട്, ആൻസ് മീഡിയ എന്നെ പേര്. അപ്പോൾ ഈ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ പേജുകളെല്ലാം നിങ്ങൾ ഫോളോ ചെയ്ത് ലൈക്കും ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലേക്ക് ആ പേജ് നിങ്ങൾ നോക്കുക. അപ്പോൾ അതിനകത്ത് എല്ലാ ബോട്ടിലാട്ടിൻ്റെയും ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആ പേജൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. പുതിയ കൂട്ടുകാരാണ് ഞങ്ങളുടെ ചാനലിൽ കാണണമെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് അതിൽ വരുന്ന ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങളുടെ കയ്യിലെത്തത്തുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. എൻ്റെ വീഡിയോ ഇപ്പോൾ കാണുന്നതിന് അടിയിൽ ഒരു റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാകും. അതിൽ പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ 3 ഓപ്ഷൻസ് വരും. അതിൽ ഫസ്റ്റ് കിടക്കുന്ന ഓൾ എന്നുള്ള ഓപ്ഷനിൽ വേണം നിങ്ങൾ ക്ലിക്ക് ചെയ്യാനായിട്ട്. എന്നാലേ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി വീഡിയോ എത്തുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വല്ല പണിയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വെക്കാൻ മതി. നിങ്ങൾക്ക് വല്ല ചിലവുള്ള കാര്യമൊന്നുമല്ല. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തുല്യമാണ് സബ്സ്ക്രൈബ് ചെയ്യണത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഡ്രീം ക്യാച്ചർ മേക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽസ് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഫെവിക്കോൾ വേണം.
പിന്നെ ഒരു കത്രിക വേണം, പിന്നെ നമുക്ക് ത്രെഡ് വേണം. ഞാൻ ഈ ബ്ലൂ ത്രെഡ് ശരിക്കും മുളം ത്രെഡ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഭയങ്കര ഡാർക്ക് കളറായിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന മുളം ത്രെഡ്, ഈ ബ്ലൂ കളറ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ ത്രെഡാണ് എനിക്ക് കോമ്പിനേഷനായിട്ട് കിട്ടിയത്. അപ്പോൾ ഞാൻ ഈ 2 കളറാണ് ഞാൻ ഡ്രീം ക്യാച്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് എനിക്ക് ബീഡ്സും കിട്ടി, ബ്ലൂ ബീഡ്സ് തന്നെ കിട്ടി, പിന്നെ അതിനകത്ത് ഫെദറും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കണ ഈ ഒരു സൈസിലുള്ള കമ്പിയാണ്, ഇത്. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു അളവിലായിരിക്കും ഉണ്ടാവുക. ഇതോ വലുതോ ഏത് കമ്പി വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇത് അതിനെക്കാട്ടി കുഞ്ഞാണ്, ഈ ഒരു കമ്പിയാണിത്, ഉണ്ടോ? ഈ ഒരു കേസിലുള്ള കമ്പിയാണ്. പിന്നെ ഞാൻ കുറച്ച് പുതിയ കമ്പി വാങ്ങിച്ചിട്ടുണ്ട്. ഈ കുഞ്ഞിത് വാങ്ങിച്ചു. ഇത് ഞാൻ ഒരെണ്ണം നോക്കി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഇത് ഒരെണ്ണം വച്ചിട്ട് നമ്മളിങ്ങനെ 3 ലെയറായിട്ട് ചെയ്യും. അത് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഈ 3 എണ്ണം. അപ്പോൾ ഇതിന് 10 രൂപയായിരുന്നു. ഞാൻ ക്രാഫ്റ്റ് മെറ്റീരിയൽസിൽ 4ൽ കാണിച്ചപ്പോൾ ഇതുണ്ടായിരുന്നില്ല, അതാണ് ഞാനിപ്പോൾ കാണിച്ചത്. പിന്നെ കുറച്ച് പുതിയ ഫെദറും വാങ്ങിച്ചു. മിനിഞ്ഞാന്നത്തെ വാങ്ങിച്ചത് ഞാൻ. ഇതാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോണത്. അല്ലാതെ ഞാൻ ഇതൊക്കെ വാങ്ങിച്ചു. ഇതെന്താ മടക്കി വെച്ചേക്കണമെന്ന് വെച്ചാൽ ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. മടക്കി വെച്ചേക്കണത് ഞാനിങ്ങനെ വാങ്ങിച്ചപ്പോൾ തന്നെ ഈ ഫെദർ ഇങ്ങനെ തൊട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊളിച്ചിട്ട് ഞാനിങ്ങനെ മടക്കിയിട്ട് സ്റ്റാപ്ലെയർ അടിച്ചിട്ട് വച്ചു. അതാണ് സ്റ്റാപ്ലെയറിൻ്റെ ഇത് തന്നെ. അങ്ങനെയെല്ലാം ഞാൻ നോക്കുമ്പോൾ എൻ്റെ സ്റ്റാപ്ലെയർ എടുത്തേക്കും. ഇത് നോക്കിയിട്ടില്ല, ഇത് പിങ്കാണ്. അങ്ങനെ നല്ല കളേഴ്സ് കിട്ടി. ഇനി ഉണ്ടായിരുന്നു കളേഴ്സ്. പിന്നെ ഈ ഒരു വൈറ്റ് കിട്ടി. ഞാൻ എൻ്റെ നേരത്തെ നല്ല വലിയ വൈറ്റ് ആയിരുന്നില്ല ഉണ്ടായിരുന്നത്, കുഞ്ഞിത് കിട്ടി എനിക്ക്. കാട്ടതാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഇതൊരു ക്രീമും കൂടി ചേർന്നിട്ടുള്ള കോംബോയിലാണ് ഇത് വരാം. പ്യുവർ വൈറ്റ് അല്ല, കണ്ടോ? നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റാണ്. ഇതിന് 10 രൂപയായിരുന്നു, ചെറിയ പാക്കറ്റ് ആയതുകൊണ്ട് 10 രൂപയായിരുന്നു. ബാക്കിയുള്ള എല്ലാത്തിനും 20 രൂപയായിരുന്നു. പിന്നെ ബ്ലാക്കും ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു. അതിങ്ങനെ തളതളാന്ന് കിടക്കണം. ബ്ലാക്കാണ്, ഞാൻ കാണിച്ചു തരാവേ. നല്ല സോഫ്റ്റാണ്. ഇത് കണ്ടോ, വലുതൊക്കെ കിട്ടും. ഇതിന് 10 രൂപയായിരുന്നു തോന്നുന്നു, 10 രൂപയായിരുന്നു. ആദ്യം ഞാൻ മിനിഞ്ഞാന്ന് പോയപ്പം കമ്പിയും ഫെദറും മാത്രമേ വാങ്ങിച്ചുള്ളൂ. അപ്പോൾ അത് മാത്രമായിട്ട് കാണിക്കാൻ പറ്റൂലല്ലോ വീഡിയോ, അത് മാത്രമായിട്ട് വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ, കുറച്ചല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയത്. ആകെ ഞാൻ അത്ര വാങ്ങിച്ചുള്ളൂ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു കമ്പിയിൽ ത്രെഡ് ചുറ്റിയെടുക്കാം. അപ്പം ഞാൻ ഈ ഒരു കമ്പിയിൽ ബ്ലൂ ത്രെഡും അതിൻ്റെ ഉള്ളിലെ നെറ്റില് ഈ ഒരു നെറ്റ്, അതിൻ്റെ ഉള്ളിലെ നെറ്റ് ഇതുമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഇത് ഇതിനകത്ത് ചുറ്റിയെടുക്കാം. അപ്പം ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലൂ ഈ ഒരു കമ്പിയിൽ ചുറ്റും, എന്നിട്ട് ഈ കമ്പിയിലെ നെറ്റില്ലേ അത് ഇവിടെയും വരെ ആ നെറ്റ് തന്നെ ചുറ്റും. ഈ ഒരു മെത്തേഡിൽ ഉള്ളിലല്ല, ഇവിടെയും വരെ ഇത് ചുറ്റും. അത് കഴിഞ്ഞിട്ട് ഇതിൽ കെട്ടിയിട്ട് ഈ ഒരു സംഭവം, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഒരു കളറ് അതിൻ്റെ ഉള്ളിലായിട്ട് ഇത് ചെയ്തേക്കണമുണ്ടോ, ഉള്ളിൽ പിങ്ക്, അതുപോലെ കുറച്ച് ഭാഗം മാത്രം ഇത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്യാം, എങ്ങനെ കളർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് തന്നെ അപ്പോൾ നമുക്ക് ത്രെഡ് എടുത്തിട്ട് ദൂരം, പിന്നെ ഫസ്റ്റ് നമ്മളിങ്ങനെ എടുത്തിട്ട് എടുക്കാം. എന്നിട്ട് ഈ ഒരു കമ്മിയാണ് എടുത്തേക്കുന്നത്, അതിൽ നമ്മളൊരു കെട്ടിട്ട് കൊടുക്കണം. ഒരു ഉറപ്പുള്ള ഒരു 2 കെട്ട് ഇട്ട് കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് വേണം. ഇതാണ് ഈ ഒരു ഡ്രീം ക്യാച്ചറിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ നല്ലോണം നല്ല ടൈറ്റിലായിട്ട് ചെയ്യണം. നമ്മൾ ഇതിനെ നെറ്റും ചെയ്യുമ്പം നല്ലൊരു സ്ട്രോങ് ആയിട്ട് നമ്മൾ വലിക്കും. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്യണം, അല്ലാതെ വെറുതെ ഒരു കെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഊരിപ്പോരില്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു 3-4 കെട്ടെങ്കിലും മിനിമം ഇട്ട് കൊടുക്കണം. അപ്പം നല്ല സ്ട്രോങ് ആയിട്ടിരുന്നോളും. ഓക്കെ, നമ്മൾ എക്സസൈസ് ആയിട്ടുള്ള കുറച്ച് ഭാഗം മാത്രം ഇങ്ങനെ കട്ട് ചെയ്യുക. ഇത്ര വച്ചിട്ട് കുറച്ച് ഭാഗം കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫെവിക്കോൾ എടുക്കണം.
പിന്നെ ഫെവിക്കോൾ വെച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ ത്രെഡ് നമ്മൾ ആ പശയുടെ മേലോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് കാണിക്കാം. അപ്പോൾ അവിടെ അങ്ങ് സെറ്റ് ആയിരുന്നോളും. പിന്നെ നമുക്ക് ചുറ്റിയെടുക്കാം. ചുറ്റിയെടുക്കാനായിട്ട് നമ്മൾ ഇതെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇടാം. എന്നിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ എടുക്കാം ത്രെഡ്. എന്നിട്ട് ചുറ്റണം. ഫസ്റ്റത്തെ ഈ ഒരു ഇവിടെയും വരെ ചുറ്റൽ ഇങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞിട്ടുള്ള ഈസി മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇങ്ങനെ നമുക്ക് ചുറ്റിയെടുക്കാം. അപ്പം നമ്മൾ ആ ഒരു ത്രെഡ് ഒട്ടിച്ച അവിടം വരെ നമ്മൾ ഇങ്ങനെ ചുറ്റുക. അത് കഴിഞ്ഞിട്ടുള്ള ഈസി മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ കുറച്ച് നേരം ഇതുപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കുക. ഇതുപോലെ ഇങ്ങനെ ഇത്ര മതി. എന്നിട്ട് ഒരു വലിക്കണം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ഇങ്ങോട്ട് വെക്കുക. എന്നിട്ട് ഒരു വലിക്കുക. ഇങ്ങനെ ഒന്ന് നല്ലോണം വലിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഇത്ര കിട്ടി. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ചെയ്യണതിനെക്കാട്ടി നല്ലത് ഇങ്ങനെ ചെയ്യണതാണ്. ഇതുപോലെ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ കാണിക്കുക. എന്നിട്ട് ഇങ്ങനെ വലിച്ചിട്ട് നമ്മളൊന്ന് ഇങ്ങോട്ട് കാണിക്കാം. കണ്ടോ? അങ്ങനെ നമുക്ക് ഈ റിങ് മൊത്തം നമുക്ക് ചുറ്റിയെടുക്കാം. കിട്ടിയില്ലെങ്കിൽ ഉളൻ ത്രെഡ് എടുക്കണമായിരിക്കും ബെസ്റ്റ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ത്രെഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിന്നായിട്ടുള്ള ത്രെഡല്ലേ, കുഞ്ഞിതല്ലേ. അപ്പോൾ ആ ഉളൻ ത്രെഡ് ആയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് കാര്യം കഴിഞ്ഞാൽ അത് കുറച്ച് തടിയുള്ള ത്രെഡ് ആയതുകൊണ്ട് നമ്മൾ ചുറ്റുമ്പോൾ പെട്ടെന്നായിട്ട് ചെയ്തോളും. അപ്പം നമ്മൾ റിങ് മൊത്തം ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് വന്ന ചുറ്റി ഇവിടെ എത്തുമല്ലോ. അപ്പോൾ വന്ന കുറച്ച് ഭാഗം ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ട് ഫെവിക്കോൾ തേച്ചിട്ട് ഇങ്ങനെ ചുറ്റി വെച്ചു. നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ആദ്യം ഒന്ന് കെട്ടിയിട്ടു, എന്നിട്ട് ഫെവിക്കോൾ വെച്ച് തേച്ചു. അത്രേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വെബ് ചെയ്യണം. അപ്പോൾ വെബ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഇതിൻ്റെ ഉള്ളിലെ വെബ് ഞാൻ ഈ ബ്ലൂ തന്നെ ഞാൻ പറഞ്ഞില്ല ആദ്യം, ബ്ലൂ തന്നെയാണ് ഇവിടെയും വരെ ചെയ്യാൻ പോണത്. ഉള്ളിലായിട്ട് ഈ ഒരു ത്രെഡാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ചുറ്റണേന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലൊരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കുക. വരയിലാണ് ഇതിൻ്റെ കാര്യം ഇരിക്കുന്നത്. നല്ലോണം ഒന്ന് ഉരയ്ക്കണം. ഇനി ഇത് ഇപ്പുറത്തോട്ട് മടക്കുക. നമുക്ക് ഇതുപോലെ കിട്ടും. അതും ഒന്നും കൂടി മടക്കാം. 8 വരകൾ ടോട്ടൽ കിട്ടണം നമുക്ക്. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമുക്ക് മടക്കിയെടുക്കാം. എന്നിട്ട് ഇത് തുറക്കാം. 8 വരകൾ ഇട്ടിട്ടുണ്ട്. 2 3 4 5 6 7 8 ഒക്കെ 8 കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ വെബ് എടുക്കുക. ഞാൻ പറഞ്ഞാൽ ഓൾറെഡി കെട്ടി വച്ചിട്ടുണ്ട് നമ്മുടെ ബ്ലൂ. അപ്പോൾ ഇത് ചുറ്റിക്കഴിഞ്ഞിട്ട് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, കണ്ടു ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ വെക്കുക. പോഷനിൽ വച്ചിട്ട് നമ്മൾ ഫെവിക്കോൾ എടുക്കുക. എന്നിട്ട് ഈ ഓരോ അടയാളപ്പെടുത്തേക്കണ വരകൾ ഒന്ന് അടയാളപ്പെടുത്തുക. മെഷർമെൻറ്റ് കറക്റ്റ് ആവാനാണ് ഞാൻ ഇങ്ങനെ പേപ്പറൊക്കെ എടുത്തത്. കണ്ടോ? നമുക്ക് ഇത് മാറ്റി വെക്കാം. ഓക്കെ, ഇനി കെട്ടിയ
ത്രെഡ് ഇതിനകത്തോട്ട് കയറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ ഇത് ആവശ്യാനുസരണം എടുക്കുക, എന്നിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഈ ആവശ്യമായിട്ട് എടുത്തിട്ട് അവിടെ നിന്നിട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് ഉരുട്ടിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ആവശ്യം എടുത്തിട്ടുണ്ട്. നമ്മളത് കുഞ്ഞാക്കാനായിട്ട് നമ്മൾ 3 വിരലെടുത്തിട്ട് അതിനകത്തോട്ട് ഇങ്ങനെ ചുറ്റാം, എന്നിട്ട് ഊരാം. ഉണ്ടോ, നമ്മൾ ഉള്ളിലിടാൻ സിമ്പിളായില്ലേ? ഓക്കെ, ഇതിൽ കൂടെ നമുക്ക് ഇടാം കേട്ടോ. ഉണ്ടോ, ഇപ്പം സിമ്പിളായില്ലേ? നമ്മുടെ ഇത്രയും വരെ എത്തി നമ്മൾ. ഇനി നമ്മളൊരു കെട്ടിയിട്ട് കൊടുക്കുക. ആദ്യം ഇവിടെ വരെ ചെയ്ത് കഴിഞ്ഞ് മെയിനായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ഫ്ലോയിൽ അങ്ങോട്ട് ചെയ്ത് പോയാൽ മതി. ഓരോ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ കൂടെ നെറ്റ് എടുത്തെടുത്തെടുത്ത് പോയാൽ ഇങ്ങനെ കിട്ടും. ലാസ്റ്റ് നമുക്ക് കിട്ടാം കേട്ടോ. നെറ്റ് നല്ലോണം വലിയും, അപ്പം അതുകൊണ്ട് ഷേപ്പ് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ടിട്ട് നിങ്ങൾ സൂക്ഷിച്ച് അധികം വലിക്കണ്ട. ഒരു ഇതിൽ വലിക്കുക, എന്നിട്ട് കറക്റ്റ് ഷേപ്പിൽ നമ്മുടെ കൈ കൊണ്ട് ആക്കിയാൽ മതി. അപ്പോൾ ശരിയായിക്കോളും കേട്ടോ. ഇനി നമുക്കൊരു ബീഡ് വെക്കണേ. ഞാനൊരു ബ്ലൂ കളറിലെ ഒരു ബീഡ് എടുത്തിട്ടുണ്ട്. ഇത് കോർക്കണം നമുക്ക് ഇതിനകത്ത്. അപ്പം നമ്മൾ കോർത്തിട്ടുണ്ട്. ഉള്ളിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഈ അറ്റം അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നെറ്റിൻ്റെ ഉള്ളിലോട്ട് കാണിക്കണേ. അപ്പം നമ്മുടെ റിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ? പിന്നെ അത് നമുക്ക് ഫെദർ തൂക്കണം. അപ്പോൾ ആ പരിപാടി നോക്കാം. നൂല് കെട്ടണത് നമ്മൾ എന്താ പറയുക, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, പിന്നെ ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, പിന്നെ നടുക്ക് ഒരെണ്ണം, അങ്ങനെ 5 എണ്ണോട്ടാ ചെയ്യുക. ഇത് ചെയ്തേക്കണുണ്ടോ ഇങ്ങനെ വി ആയിട്ട് കിടക്കും. ഇതാണ് ശരിക്കും വന്നേക്കുന്നത്. ഇതുപോലെ ഇവിടെ ഫസ്റ്റത്തെ ലെയറിൽ കുഞ്ഞിതും രണ്ടാമത്തെ ലെയർ കുറച്ചും കൂടി വലുതും, പിന്നെ ലാസ്റ്റത്തെ നടുക്കാവുമ്പോൾ വലിയത്, ഇങ്ങനെ വി ഷേപ്പ് കിട്ടും. ഇത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. നമുക്ക് 8ഓ 9ഓ എത്ര വേണമെങ്കിലും തൂക്കാം. ഞാനെല്ലാം ഇതുപോലെ ചെയ്തേക്കുന്നത്. ഇതും അതുപോലെ തന്നെ വി ആയിട്ടാണ് ചെയ്തേക്കുന്നത്. നമുക്കത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇട്ടേക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം എന്തിനാ ഇട്ടേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടാനാണ്. ഈ കമ്പിയിൽ നമ്മളിത് കെട്ടണമല്ലോ, അപ്പോൾ അതിനാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇതുപോലെ നമുക്കൊന്ന് കെട്ടിയെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ കെട്ടി എടുത്തിട്ടുണ്ട്. 5 എണ്ണങ്ങൾ കെട്ടി എടുത്തിട്ടുണ്ട്. നമുക്കിതിനകത്ത് ഫെദർ തൂക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് മുത്ത് അതിനകത്ത് തൂക്കണം. അപ്പോൾ നമ്മൾ ആദ്യം മുത്ത് കയറ്റിയിട്ട് നമ്മൾ ഫെദർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് കയറ്റാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ മുത്ത് പിടിപ്പിക്കണം കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ മുത്ത് എടുത്തിട്ട് ഇവിടെയും വരെ കൊണ്ടുവരും. എന്നിട്ട്